ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് പ്രൊഫൈൽ എൽ ഇ ഡി സാധാ എൽ ഇ ഡി നമുക്ക് എങ്ങനെയാണ് നമ്മൾ സീലിങ്ങിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ചാനലിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ പ്രൊഫൈൽ എൽ ഇ ഡി എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് വളരെ അടുത്തായിരിക്കും ഓരോ എൽ ഇ ഡികളും വരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇരട്ടി വാട്ട്സ് ആണ് വരുന്നത്. സാധാ നോർമൽ എൽ ഇ ഡിനെ അപേക്ഷിച്ച് നേരെ ഇരട്ടി വാട്ട്സ് ആണ് വരുന്നത്. അത്രയും ലെങ്ത്തിൽ അതായത് ചെറിയ ഏരിയയിൽ ഒരുപാട് എൽ ഇ ഡി ബൾബാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിത് സീലിങ്ങിൻ്റെ അകത്തൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ. നമുക്ക് ഇടയ്ക്ക് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും വരും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ അതിൻ്റെ സപ്ലൈ വയറാണ് കാണുന്നത്. പ്ലസ് കാണിച്ചിരിക്കുന്നത് പ്ലസ്സും മൈനസും ആണ്. നമ്മൾ ഉപയോഗിക്കുന്നത് PVCയുടെ അല്ലെങ്കിൽ മെറ്റീരിയൽസോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ചാനലായിട്ട് ഉപയോഗിക്കുന്ന വയറിങ്ങിന് ഉപയോഗിക്കുന്ന ചാനലിലാണ് നമ്മൾ ഈ പറയുന്ന ലൈറ്റ് കാര്യങ്ങൾ ഒട്ടിച്ചിരിക്കുന്നത്. വെറുതെ അതിൻ്റെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ എവിടേക്കാണോ വേണ്ടത്, എത്ര ലെങ്ത്തിലാണ് വേണ്ടത്, അത് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുക. അത് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഇടയ്ക്ക് ചെറിയ ഇൻസുലേഷൻ ടേപ്പ് അല്ലെങ്കിൽ മാസ്കിൻ ടേപ്പ് കാര്യങ്ങൾ വീതി കുറഞ്ഞ മാസ്കിൻ ടേപ്പ് അല്ലെങ്കിൽ അടിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. കാരണം ഓവറായിട്ട് നന്നായിട്ട് ഹീറ്റാവുന്ന സമയത്ത് പതുക്കെ ഇത് പൊളിഞ്ഞു പോരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഈ പറയുന്ന PVC നിന്നാണെങ്കിൽ ഏത് മെറ്റീരിയലിൽ നിന്നാണെങ്കിൽ പതുക്കെ പൊളിഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഒരടി അതായത് 30 സെൻറ്റിമീറ്റർ കഴിയുന്ന സമയത്ത് നമുക്ക് മാസ്കിൻ ടേപ്പ് വീതി കുറച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കും. പിന്നെ നമ്മൾ സാധാരണ ഇതിന് ഉപയോഗിക്കുന്ന അഡാപ്റ്റർ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 മീറ്ററിന് ഏറ്റവും കുറഞ്ഞത് 2 ആമ്പിയറെങ്കിലും നമ്മൾ വേണ്ടി വരും. സാധാ LED സ്ട്രിപ്പ് ആണെങ്കിൽ 1 മീറ്ററിന് 1 ആമ്പിയർ മതി. ഇതിന് നമുക്ക് മിനിമം 2 ആമ്പിയറെങ്കിലും കൊടുക്കേണ്ടി വരും. ഈ റൗണ്ടിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന പറയുന്ന ലൈറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ റൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. സീലിങ്ങിൻ്റെ 2 റൗട്ട് ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ 2 ലൈറ്റിൽ നമുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ അഡാപ്റ്റർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. SMPS തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. SMPS എന്ന് വെച്ചാൽ ഈ സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്നാണ് പറയുന്നത്. അതായത് ട്രാൻസ്ഫോമറിനെ അപേക്ഷിച്ച് അതായത് എന്തെങ്കിലും വേരിയേഷൻസ് ലൈനിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ പോലും കറക്റ്റ് ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ TV അതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം തന്നെ SMPS ആണ് അതിൻ്റെ പവർ സപ്ലൈ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് പ്രൊഫൈലിൻ്റെ ഞാൻ ജസ്റ്റ് നിങ്ങൾ അടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളത്. 3 LED കഴിയുന്ന സമയത്ത് ഓരോ പ്ലസ് 12 വോൾട്ട് വരുന്നത്. ഒരു 3 LEDക്കാണ് 12 വോൾട്ട് കൊടുക്കുന്നത്. അടുത്ത 3 എണ്ണത്തിന് അടുത്ത 12 വോൾട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 12 വോൾട്ടിൻ്റെ എത്ര ആമ്പിയറാണോ 1 മീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആമ്പിയർ കൊടുക്കുക. ഈ 5 മീറ്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 10 ആമ്പിയറിൻ്റെ തന്നെ SMPS കൊടുക്കുക. അതല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സാധാ LED സ്ട്രിപ്പിനെ അപേക്ഷിച്ച് പ്രൊഫൈൽ LED നേരെ ഇരട്ടി വാട്ട്സാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏറ്റവും ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.